കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിൽ കരിങ്കൽ ഖനനത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ക്വാറികളിൽ ഖനനത്തിനുള്ള ഉപകരണങ്ങൾ എത്തിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. പോലീസിന്റെ സഹായത്തോടെയാണ് ക്വാറി ഉടമകൾ ഖനനത്തിനുള്ള ഉപകരണങ്ങൾ എത്തിച്ചത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഖനന നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണോ? ജിൽസി, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ഈ ക്വാറിയിലേക്ക് ഖനനത്തിനുള്ള ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ പുറത്തെത്തിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ ഈ സമരം പ്രതിഷേധം നിർത്തിവെക്കൂ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കുറച്ച് കാലങ്ങളായി പുറക്കാമലയിലെ ഈ കരിങ്കൽ ഖനനത്തിനെതിരെ വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് വലിയ ഗുരുതരമായ ഈ പ്രത്യാഘാതങ്ങൾ ഈ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക. ഈ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ഈ ക്വാറികൾ ഈ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ ക്വാറികളിലേക്ക് ഖനനത്തിനുള്ള ഉപകരണങ്ങൾ എത്തിച്ചു. അതാണിപ്പോൾ ജനങ്ങളെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ജനങ്ങൾ ആരോപിക്കുന്നത് പോലീസ് വലിയ രീതിയിലുള്ള സഹായം ക്വാറി ഉടമകൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പോലീസിനെതിരെയാണ് ജനങ്ങൾ ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. ഈ പ്രതിഷേധത്തിൽ ഈ 15 വയസ്സുകാരനെ അടക്കം ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 15 വയസ്സുകാരന് വലിയ രീതിയിൽ ഈ പോലീസിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഇദ്ദേഹം ഇവരുടെ കുടുംബം, ഈ 15 വയസ്സുകാരൻ്റെ കുടുംബം ബാലാവകാശ കമ്മീഷനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ പോലീസ് പക്ഷപാതിത്വപരമായി ഈ ക്വാറി ഉടമകൾക്ക് അനുകൂലമായി ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ജനങ്ങൾ, അതായത് പുറക്കാമലയിലെ ഇപ്പോൾ സമരം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ പറയുന്ന കാര്യം. ഏതായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ക്വാറിയിൽ ഇന്ന് പുലർച്ചയോടുകൂടി എത്തിച്ച ഉപകരണങ്ങൾ, ഈ ക്വാറി ഖനനത്തിനുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ പുറത്തെത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴും ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൽസി, കോഴിക്കോട് പുറക്കാമലയിലാണ് കരിങ്കൽ ഖനനത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നത്. രാവിലെ ഖനനത്തിനായി എത്തിച്ച ഉപകരണങ്ങളൊക്കെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.